അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പാവപ്പെട്ട ആളുമാർ, യതീമീങ്ങൾ, പെൺമക്കൾ, മിസ്കീന്മാർ, ഇങ്ങനെയുള്ള ആളുമാർ ഒട്ടിಗೆ കരുണ കാട്ടണം, കൃപ കാട്ടണം എന്ന് വിവരിക്കടെ റിയാദുസ് സാലിഹീനിലെ 33-ാമത്തെ ബാബ്. അതിൽ 2 ഹദീസുകൾ ഞങ്ങൾ മുന്നിൽ വിവരിച്ചിട്ടേക്ക് ഇന്നിപ്പോ 262-ാമത്തെ ഹദീസ്. ഒരു യതീമായ ഒരു കിടാവിടെ സംരക്ഷണ കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത്തരം ആളുമാർക്ക് കൊടുക്കുന്നതായ സ്ഥാനം എന്തേ അതായിട്ട് ഇന്നത്തെ ഹദീസിൽ വിവരിക്കോണ്ടത്. ചാനലിക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ലിങ്ക് മറ്റുള്ള ആളുമാർക്ക് എത്തുവാട്ടി കൊടുക്കുക. അള്ളാഹു ഖൈർ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. وعن سهل بن سعد رضي الله عنه قال سهل بن سعد رضي الله عنه ചൊല്ല് قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹഖദ, നാനും യതീമുടെ കാഫിലും സ്വർഗത്തിൽ ഇതുപോലെ. യതീമുടെ കാഫിൽ ചെന്ന് യതീമുടെ കാര്യങ്ങളെ കൊണ്ട് നിന്നു പോരുന്നവൻ, അതായത് ആ യതീമായ കിടാവുക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കടേ, അവനക്ക് ആഹാരങ്ങൾ കൊടുക്കടേ, അവനക്ക് പഠിപ്പാട്ടി കൊടുക്കടേ, അവന്റെ കാര്യങ്ങൾ നോക്കടേ, അങ്ങനെയുള്ളതായ ആ കാഫിൽ അവന് കയറ്റിക്കിട്ട് കാഫിൽ ചൊല്ലെ അവനും നാനും സ്വർഗത്തിൽ ഇതുപോലെ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്ബാബത്ത് ബർൽ ചെന്ന് ഈ ബർൽ ഉസ്താ ചെന്നെങ്കിൽ ഇത് 2 കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷാറത്താക്കി വഫറജ ബൈനഹുമാ, ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചതല്ല, ഇങ്ങനെ അതിന്റെ ഇടയിൽ അകറ്റി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നത്. റവാഹുൽ ബുഖാരി. വകാഫിലുൽ യതീമീൻ ചെന്നെങ്കിൽ അൽ ഖായിമു ബി ഉമൂരിഹി, യതീമിന്റെ കാര്യങ്ങളെ കൊണ്ട് നിന്നു പോരുന്നവൻ. അപ്പൊ ഒരു യതീമായ ഒരു കിടാവിടെ സംരക്ഷിക്കണവൻ നാനും അവനും സ്വർഗത്തിൽ ഇതുപോലെ. അപ്പൊ അത്രക്കും അടുത്ത സ്ഥാനമായിട്ട് അള്ളാഹു താല അവനക്ക് കൊടുക്കരേ, ഒരു ഉന്നത പദവിയായിട്ട് അള്ളാഹു അവനക്ക് കൊടുക്കരേ എന്നുള്ളത്. ഹദീസ് നമ്പർ 263. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ല് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് കാഫിലുൽ യതീമി, യതീമുടെ കഫ്ൽ ചെയ്യണവൻ, അതായത് യതീമുടെ കാര്യങ്ങളെ കൊണ്ട് നിന്ന് പോരുന്നവൻ, അവനക്ക് ഡ്രസ്സ് കൊടുക്കടേ, അവന് പഠിപ്പാട്ട്, അവനക്ക് ഭക്ഷണം കൊടുക്കടേ, ഇത്തരം കാര്യങ്ങൾ നോക്കടവൻ. യതീമി ലഹു ഔ ലിഗൈരിഹി, അവന്റെ യതീമോ വേറൊരുത്തർ യതീമോ. അവന്റെ യതീം ചെന്നെങ്കിൽ അതെങ്ങനെ, ബാപ്പ മരിച്ച മക്കകല്ലേ യതീം ചൊല്ലേ. അപ്പോ അവന്റെ യതീമും ചെന്നെങ്കിൽ ആ കിടാവുമായിട്ട് അടുത്ത് നിൽക്കിടാള് എന്നർത്ഥം, മുട്ടത്തുള്ളവൻ, അല്ലെങ്കിൽ മുട്ടത്ത് സംബന്ധം അല്ലാത്തൊരു യതീം. കാഫിലുൽ യതീമി ഔ യതീമി ലഹു, അവന്റെ യതീമും ചെന്നെങ്കിൽ ഒരു കിടാവ് ബാപ്പ മരിച്ചമ്പല്ലേ യതീമോടെ, പിന്നെ അവന്റെ യതീമും ചൊല്ലുണ്ടെങ്കിൽ ആരത് ആ സ്ഥാനത്ത് പിന്നെ അറിവണ്ട് ചിലപ്പോ ഉമ്മായിട്ട് കിടാവിടെ ബലത്തില്. എന്നാൽ ഇത് യതീമാരത് മരിച്ചുപോയ മാപ്പിളെടുത്ത്. അപ്പൊ അവന്റെ യതീമും ചെന്നെങ്കിൽ ഈ കിടാവ് ഈ ഉമ്മയുടെ മോനെയല്ലേ, അല്ലെങ്കിൽ ചിലപ്പോ ഉപ്പാപ്പയായിട്ടിക്കൂ ബാപ്പയുടെ ബാപ്പ. അപ്പൊ അവന്റെ യതീമും ചൊല്ലുമ്പോ ഓന്റെ മോന്റെ മോൻ, അല്ലെങ്കിൽ ബാപ്പയുടെ ലോൺ, അല്ലെങ്കിൽ ബാപ്പയുടെ മൂത്രം, ഇതായിട്ട് ലഹു അവന്റെ യതീമും ചൊന്നത് ഉദ്ദേശം. അത് അവന്റെ യതീമും ചൊല്ലുമ്പോ ബാപ്പ മരിച്ചെങ്കിലല്ലേ യതീമോടെ, പിന്നെ അങ്ങനെ അവന്റെ യതീമും ചൊല്ലേ എന്നൊരു സംശയത്തിക്കായിട്ട് ഞാൻ വിവരിച്ചു. അവന്റെ യതീമും ചൊന്നെങ്കിൽ ആ കിടാവുമായി ഏറ്റവും അടുത്ത് നിൽക്കടാള് എന്നർത്ഥം. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ പിന്നൊരുത്തര യതീം എന്ന് ദൂരത്തെ സംബന്ധിട്ടോ നിരക്കരയിലോ അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത നിലയ്ക്ക് യതീമികളെ സംരക്ഷിക്കുക. അന വഹുവ, നാനും അവനും കഹാതൈനി ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇതുപോലെ. വഅശാറ റാവി, ഈ ഹദീസ് റിപ്പോർട്ടാക്കിയ റാവി അയാൾ ഇഷാറത്താക്കിയത് വഹുവ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ബിസ്സബ്ബാബത്തി വൽ ഉസ്താ, സബ്ബാബത്ത് വിരലും ഉസ്ത വിരലും, ഈ 2 വിരലും കൊണ്ട് ഇഷാറത്താക്കിയത് ഇങ്ങനെ. അപ്പൊ നബിത്തങ്ങ ഇങ്ങനെ ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ ഇതുപോലെ എൻ്റെ അടുത്തായിട്ട് അവന്റെ സ്ഥാനം. റവാഹു മുസ്ലിം. ഇനി ഈ ഹദീസിലെ അവിടെ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ യതീമി ലഹു ഔ ലിഗൈരിഹി,
യതീമി ലഹു ഔ ലിഗൈരിഹി എന്ന പദത്തെ മഅനാഹു അതിനർത്ഥ ഖരീബുഹു, ആ യതീമിയുടെ മുട്ടത്തെ ആള് എന്നർത്ഥം. ഖരീബുഹു അതായത് അവന്റെ മുട്ടത്തെ ആള്. അവന്റെ യതീമും ചൊല്ലുന്നുണ്ടെങ്കിൽ സ്വന്തം മോന്റെ അവന് യതീമും ചൊല്ലണം അല്ലെ. അപ്പൊ അവന്റെ മുട്ടത്തിലുള്ള ആള് എന്നർത്ഥം. അവിൽ അജ്നബിയുമിൻ, അല്ലെങ്കിൽ അവനിൽ നിന്നുള്ള അജ്നബി. അപ്പൊ ഓന്റെ കുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ പുറത്തുള്ളതോ. ഇനി ഫൽ ഖരീബു മിത്ലൻ തഖ്ഫലഹു ഉമ്മുഹു. അപ്പൊ മുട്ടത്തെ കുടുംബാഞ്ചന എങ്ങനെ? ഒരു കിടാവുടെ ഉമ്മ ബലത്തില് അല്ലെ. ആ കിടാവുടെ ബാപ്പ മരിച്ചിട്ട് ഉമ്മയായിട്ടിട്ട് ഈ കിടാവുടെ പിന്നെല്ലാം ബലത്തിത്. അപ്പൊ ഉമ്മക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഔ ജദ്ദുഹു, അല്ലെങ്കിൽ ഉപ്പാപ്പയാവും. ഔ അഖൂഹു, അല്ലെങ്കിൽ അവന്റെ സഹോദരനായിട്ടിക്കും. ബാപ്പ മരിച്ചിട്ട് ചെറിയ ചെറിയ മക്കളുള്ളവർ വലിയ മൂത്തോനായിട്ടിട്ട് നോക്കടേ. ഔ ഗൈറുഹും, അല്ലെങ്കിൽ അങ്ങനെ മിൻ ഖറാബത്തി മുട്ടത്തെ കുടുംബത്തിൽ നിന്നാകും. അല്ലാഹു അലം. അപ്പൊ അവന്റെയോ പിന്നർത്തടെയോ യതീമോ എന്ന് ചൊന്നതിനർത്ഥം മുട്ടത്തെ കുടുംബത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ അല്ലാത്തതോ ഒരു യതീമിനെ സംരക്ഷിച്ചെങ്കിൽ എന്നായിട്ട് അർത്ഥം. അപ്പൊ ഈ പ്രതിഫലം ഉമ്മ പോലും നോക്കണേ കണ്ടെങ്കിൽ ഉമ്മക്കും അതിൻ്റെതായ പ്രതിഫലമുണ്ട് അല്ലെ. ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തുമ്പോ ചില അങ്ങനെ ആയിട്ടിക്കട് ഉമ്മമാരായിട്ടിക്കട് പിന്നെ കൂടുതൽ കഷ്ടപ്പെട്ട് വളർത്തരുത്. അപ്പൊ അങ്ങക്ക് വലിയ പ്രതിഫലം ഉണ്ട് എന്നർത്ഥം. അപ്പോ അങ്ങനെ ഈ ഹദീസിലെ ബാബുമായി സംബന്ധപ്പെട്ട വിഷയം എന്തൊരു? പാവപ്പെട്ട ആളുമാരെ സ്നേഹിക്കടേ, അങ്ങനൊട്ടെ കരുണ കാട്ടരുത്, അങ്ങനൊട്ടെ കൃപ കാട്ടരുത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീം മക്കളെ സംരക്ഷിക്കിടാൻ കയറ്റിക്കിട് ചൊന്നത് നാനും അവനും സ്വർഗത്തിൽ ഇതുപോലെ അള്ളാഹു അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ശഫാഅത്തിൽ കൂടുകയും അവിടുത്തെ പൊരുത്തം ലഭിക്കലും മുഅ്മിനീങ്ങളും അവിടുത്തെ മുഹിബ്ബീങ്ങളും ഞങ്ങളെല്ലാവരെയും അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും പെടുത്തട്ടെ. കാതുകൊടുക്കണം ഓരോരുത്തർക്കും ഞങ്ങളെ മദത് ഗ്രൂപ്പിലെ ചുമ ആൾമാറുള്ളവർ അല്ലെ. പല ആൾമാരും പല ആവശ്യങ്ങളെല്ലാം ചൊല്ലങ്ങായിട്ടിട്ട് കമന്റ് ബോക്സിലും പല ആവശ്യങ്ങൾ ചൊല്ലങ്ങുള്ളവർ പല കാര്യങ്ങളും ദ്വാരക്ക് പേരായി പലപ്പോഴും നോക്കിട്. അള്ളാഹു നമുക്ക് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പല ഉദ്ദേശങ്ങളും ചൊന്നങ്ങൾക്ക് മെസ്സേജ് കിടത്തെങ്കിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ ഖൈറ് നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഞങ്ങളെയും അള്ളാഹു സ്വാലിഹീങ്ങളിലും അവന്റെ ത്വാഅത്തുള്ള ദീർഘായുസ് തന്നിട്ടും ഹലാലായ റിസ്ക് തന്നിട്ടും അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാവിധ ഖൈറ് നമുക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.